നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തീരത്തോട് ചേർന്ന് കണ്ണി വലിപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മെറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. കൈവമംഗലം ചളിങ്ങാട് റോഡിലെ പൊടിശല്യം മൂലം പൊറുതിമുട്ടി നാട്ടുകാർ. മതിലകത്ത് യുവതി കുഴഞ്ഞു വീണു മരിച്ചു. തൃപ്പയാർ ക്ഷേത്രത്തിലെ ഏകാദശി ആഘോഷം ഭക്തിസാന്ദ്രമായി. വാർത്തകൾ വിശദമായി. തീരത്തോട് ചേർന്ന് കണ്ണി വലിപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മെറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. അഴീക്കോട് ലൈറ്റ് ഹൌസിന് പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് അനധികൃതമായി കരവല നടത്തിയ ചാവക്കാട് സ്വദേശി സനൽ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള തീർത്ഥം എന്ന 2 ബോട്ടുകൾ പിടിച്ചെടുത്തത്. ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം അഴീക്കോട് ഹാർബറിൽ പരസ്യലേലം ചെയ്ത് ലഭിച്ച 1,17,100 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും 2,50,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് തീരത്തോട് ചേർന്ന് മീൻപിടുത്തം നടത്തിയതിനും കണ്ണിവലിപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ചതിനും ട്രോളറുകൾക്ക് നിരോധനമുള്ള 20 മീറ്ററിൽ കുറഞ്ഞ ആഴമുള്ള ഭാഗങ്ങളിൽ മീൻപിടുത്തം നടത്തിയതിനുമാണ് പിഴ ചുമത്തിയത്. ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ KP ഗ്രേസി, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിഭാഗം ഓഫീസർമാരായ VN പ്രശാന്ത് കുമാർ, VM ഷൈബു, ER സുനിൽ കുമാർ, റെസ്ക്യൂ ഗാർഡ്മാരായ പ്രമോദ്, കൃഷ്ണപ്രസാദ് എന്നിവർ അടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘമാണ് ബോട്ടുകൾ പിടികൂടിയത്. വരും ദിവസങ്ങളിൽ ആഴക്കടലിലും തീരക്കടലിലും ഹാർബറുകളിലും രാത്രിയും പകലും പ്രത്യേക സംഘത്തിന്റെ പരിശോധന ശക്തമാക്കുമെന്നും അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾക്കെതിരെ കർശന നിയമങ്ങൾ നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ C സീമ അറിയിച്ചു. കൈവമംഗലം ചളിങ്ങാട് റോഡിലെ പൊടിശല്യം മൂലം പൊറുതിമുട്ടി നാട്ടുകാർ. ചളിങ്ങാട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലാണ് പൊടിശല്യം മൂലം ജനങ്ങൾ ദുരിതത്തിലായിരിക്കുന്നത്. പൈപ്പിടാൻ വേണ്ടി വാട്ടർ അതോറിറ്റി റോഡ് പൊളിച്ചതാണ് പൊടിശല്യത്തിന് കാരണമായത്. 2 മാസം മുമ്പാണ് റോഡ് പൊളിച്ച് പൈപ്പിടൽ ആരംഭിച്ചത്. ചളിങ്ങാട് RCUP സ്കൂൾ മുതൽ കാക്കാത്തുരുത്തി വരെയുള്ള ഭാഗമാണ് ഇപ്പോൾ റോഡ് പൊളിച്ച് പൈപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞത്. റോഡിന്റെ മധ്യഭാഗം കുഴിച്ചാണ് 700 mm വ്യാസമുള്ള DI പൈപ്പ് സ്ഥാപിച്ചത്. പൈപ്പിട്ട് കുഴിമൂടിയെങ്കിലും റോഡ് പൊളിഞ്ഞതോടെ ഇതിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. വാഹനങ്ങൾ കടന്നു പോകുമ്പോഴുള്ള പൊടി മൂലം വ്യാപാരികളും വീട്ടുകാരും യാത്രികരും ദുരിതത്തിലായിരിക്കുകയാണ്. ഇരുചക്ര യാത്രികർ റോഡിലെ മണ്ണിൽ പുതഞ്ഞ് വീണ് പരിക്കേൽക്കുന്ന അവസ്ഥയുമുണ്ട്. നാട്ടുകാർ 2 നേരം ഈ റോഡിൽ വെള്ളം ഒഴിച്ചാണ് പൊടിശല്യത്തിന് ശമനം കാണുന്നത്. ഈ ഭാഗത്ത് കുഴിച്ച മണ്ണ് റോഡിൽ കിടക്കുന്നതും ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നുണ്ട്. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വാട്ടർ അതോറിറ്റി കാണിച്ചോണ്ടിരിക്കുന്നത് അവര് ഒരു ഉത്തരവാദിത്തമില്ലാത്ത കളികളോടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ റോഡാകെ പൊളിച്ചിട്ട് വണ്ടികൾക്കും പോകാൻ പറ്റില്ല, മനുഷ്യന്മാർക്കും പോകാൻ പറ്റില്ല, ഒരു സൈക്കിളിന് പോലും മര്യാദക്ക് പോകാൻ പറ്റും. വണ്ടിമ്മ ആൾക്കാർ സ്പീഡിൽ പോകുമ്പോൾ അവരമ്മ ചീത്ത പറയും. അപ്പോൾ അവരമ്മ എന്ത് ഞങ്ങൾക്ക് പതുക്കെ പോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. എന്താ പതുക്കെ പോയി ഞാൻ കുഴിയും ശരീരം മൊത്തം വേദനക്കാൻ അവർ പറഞ്ഞു തരുന്നത് ഈ റോഡ് പകുതി ടാറയും പകുതി പണിയും പകുതി ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊന്നുമില്ല. അതിന് നെറുകേടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എൻ്റെ കടയത്തെ പൊടിയടിച്ചിട്ട് കംപ്ലീറ്റ് കവർ ചെയ്തേക്കുന്നു, ഷീറ്റിട്ട് ഫുള്ള് മറച്ചേക്കുന്നു. വലിയതായ കച്ചവടത്തിൻ്റെ വിഷയങ്ങൾ കുറേ ഉണ്ട്. പൊടി കയറിയിട്ട് ആകെ സൗണ്ടൊക്കെ ആകെ പോയി കഫക്കെട്ടാ പൊടിയടിച്ച് കയറിയിട്ടുണ്ടല്ലോ. വണ്ടിക്കാർ ചെറുവണ്ടിയും വലിയ വണ്ടിയും പതുക്കെ അവർ പോകില്ല, നല്ല സ്പീഡിൽ അവർ പോകണത്. ഈ പൊടി അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ട് മൊത്തത്തിൽ ജലദോഷവും കഫക്കെട്ടൊന്നും മാറണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. അവിടെ കരിക്കേടുണ്ട് ആളെ അവസ്ഥ അതിനേലപ്പുറം പൊടി കയറിയിട്ട്. എത്രയും പെട്ടെന്ന് ഇതിനൊരു മോചനം നമുക്ക് വരണം. മതിലകത്ത് യുവതി കുഴഞ്ഞു വീണു മരിച്ചു. ശ്രീനാരായണപുരം ആല ഗോതുരത്തിലെ CPI ബ്രാഞ്ച് സെക്രട്ടറി മാന്തുരുത്തി മുഹമ്മദ് റാഫിയുടെ ഭാര്യ 42 വയസ്സുള്ള ഹസീനയാണ് മരിച്ചത്. മതിലകത്തെ സ്വന്തം വീട്ടിൽ നിന്നും ബസ് സ്റ്റോപ്പിലേക്ക് പോകും വഴി ഹസീന കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഫാത്തിമത്ത് നസ്ല
നിഹാൽ എന്നിവർ മക്കളാണ്. തൃപ്രയാർ ക്ഷേത്രത്തിലെ ഏകാദശി ആഘോഷം ഭക്തിസാന്ദ്രമായി. കൂട്ടിയെഴുന്നള്ളത്തിൽ കൊമ്പൻ പഴയന്നൂർ ശ്രീരാമൻ ഭഗവാന്റെ തിടമ്പേറ്റി. വൈകിട്ട് കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ മാരാർ പാടകം അവതരിപ്പിച്ചു. തുടർന്ന് ദീപാരാധന, നാഗസ്വര കച്ചേരി, ഭരതനാട്യം, നൃത്താഞ്ജലി എന്നിവയും നടന്നു. ചാമക്കാല നെഹ്ജുർ റഷാദ് ഇസ്ലാമിക് കോളേജിന്റെ 20ാം വാർഷിക സമ്മേളനം ഡിസംബർ 17-ന് തുടക്കമാകും. 21 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളിൽ മത, രാഷ്ട്രീയ, സാമൂഹ്യ മേഖലകളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കും. 21 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളിൽ മതരാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കും. ഡിസംബർ 17-ന് ദാറുൽ ഹുദയുടെ 40ഓളം സഹസ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന മാനേജ്മെന്റ് മീറ്റ് നടക്കും. 18-ന് രാവിലെ നെഹ്ജുർ റഷാദ് ചെയർമാൻ TM ഹൈദർ ഹാജി പതാക ഉയർത്തും. തുടർന്ന് ചാമക്കാലയിലെ മുതിർന്നവർക്കുള്ള സ്നേഹാദരം പരിപാടി പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മുനീർ ഹുദവി വിളയിൽ മുഖ്യപ്രഭാഷണവും ഹോട്ട് പാക്ക് MD PP അബ്ദുൾ ജബ്ബാർ അനുസ്മരണ പ്രഭാഷണവും നടത്തും. ET ടൈസൺ MLA, മുൻ MP TN പ്രതാപൻ എന്നിവർ മുഖ്യാതിഥികളാകും. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ആത്മീയ സമ്മേളനം പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് G ഫ്രീ മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷനാകും. മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലിൽ മജിസുന്നൂർ ആത്മീയ സദസ്സിന് നേതൃത്വം നൽകും. സ്വാലി അൻവരി ചേകന്നൂർ മുഖ്യപ്രഭാഷണം നടത്തും. വെള്ളിയാഴ്ച 3 മണിക്ക് വിദ്യാർത്ഥി സംഘടന കിസാൻ സംഘടിപ്പിക്കുന്ന അഖില കേരള സ്പെല്ലിംഗ് ബി മത്സരത്തിന്റെ ഗ്രാൻഡ് ഫിനാലെ നടക്കും. വൈകിട്ട് 7 മണിക്ക് മധുരാവ് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. നജീബ് കാന്തപുരം MLA മുഖ്യാതിഥിയാകും. ഫൈസൽ എളേറ്റിൽ മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് 9 മണിക്ക് ഇഷക് മജ്ലിസും ഗവ്വാലിയും അരങ്ങേറും. ശനിയാഴ്ച രാവിലെ നടക്കുന്ന മഹൽ നേതൃചർച്ച പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഷറഫുദ്ദീൻ ഹുദവി, ആനമങ്ങാട് SV മുഹമ്മദ് അലി എന്നിവർ വിഷയാവതരണം നടത്തും. വൈകിട്ട് 7-ന് തുടങ്ങുന്ന നവോത്ഥാന സമ്മേളനം മഹൽ ഖത്തീബ് ഷുഐബ് ഹുദവി വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്യും. നവാസ് മനാനി പനവൂർ മുഖ്യപ്രഭാഷണം നടത്തും. ഞായറാഴ്ച രാവിലെ നടക്കുന്ന നെഹ്ജുർ റഷാദ് കുടുംബസംഗമം നാസർ അബ്ദുൽ ഹൈദ് ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ബെന്നി ബഹനാൻ MP, AK മൻസൂർ എന്നിവർ മുഖ്യാതിഥികളാകും. സുന്നി മഹൽ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി U മുഹമ്മദ് ഷാഫി ഹാജി അനുഗ്രഹ പ്രഭാഷണവും അൻവർ മുഹീദ് ഹുദവി മുഖ്യപ്രഭാഷണവും നിർവഹിക്കും. വൈകിട്ട് 3 മണിക്ക് നഹജ് വിദ്യാർത്ഥികളും നാട്ടുകാരും അണിചേരുന്ന ഘോഷയാത്രയോടെ സമാപന സമ്മേളനത്തിന് തുടക്കമാകും. 4 മണിക്ക് നടക്കുന്ന സനന്ദാന സമാപന സമ്മേളനം പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. നഹ്ജുർ ഷാദ് വൈസ് ചെയർമാൻ VA ഹസൻ അഹമ്മദ് അധ്യക്ഷനാകും. നഹ്ജുർ റഷാദ് പ്രസിഡന്റ് ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദ്വി സൻദ് ദാന പ്രഭാഷണം നടത്തും. മുഹമ്മദ് ഫൈസി ഓണംപിള്ളി, ഡോക്ടർ PM മുഹമ്മദ് ഖാസിം, രമേശ് ചെന്നിത്തല, അദീബ് അഹമ്മദ്, MA സലീം, PV അബ്ദുൽ വഹാബ്, MP അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, അൻവർ സാദത്ത് MLA തുടങ്ങിയ പ്രമുഖരും വേദിയിൽ സംബന്ധിക്കും. AM നൌഷാദ് ബാഗവി ചിറയൻകീഴ് മുഖ്യപ്രഭാഷണം നടത്തും. കയ്പമംഗലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ നഹ്ജുർ ഷാദ് പ്രിൻസിപ്പൽ മുഹമ്മദ് ഷാഫി ഹുദവി, അൻവർ മുഹിയുദ്ദീൻ ഹുദവി, ഷുഹൈബ് ഹുദവി വല്ലപ്പുഴ, MCA നസീർ, സലീം പുറക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു. കോർപ്പറേഷനിൽ ഭൂരിപക്ഷം നേടിയതിന്റെ പിന്നാലെ മേയർ ആരാകുമെന്നുള്ള ചർച്ചകൾ സജീവമായി തുടരുന്നു. കേവല ഭൂരിപക്ഷമായ 29 സീറ്റിനേക്കാൾ 4 സീറ്റ് കൂടുതലുള്ളതിനാൽ കോൺഗ്രസിന് ഭരണം എളുപ്പമാണ്. ഇത്തവണ വനിതാ സംവരണമായതിനാൽ സംഘടനാ രംഗത്തുള്ള 4 വനിതകളെയാണ് മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്നത്. കോൺഗ്രസ് മത്സരിപ്പിച്ച 32 വനിതകളിൽ 19 പേരാണ് വിജയിച്ചത്. ശ്യാമള മുരളീധരൻ, അഡ്വക്കേറ്റ് സുബി ബാബു, ഷീന ചന്ദ്രൻ, ഡോക്ടർ നിധി എസ്റ്റിൻ, ലാലി ജെയിംസ് എന്നിവരെയാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സാമുദായിക സമവാക്യം കൂടി നോക്കിക്കൊണ്ടായിരിക്കും തീരുമാനം. ബൈജു വർഗീസ്, A പ്രസാദ് എന്നിവരെയാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ബൈക്കിന് സൈഡ് നൽകിയിട്ടില്ലെന്നാരോപിച്ച് കേച്ചേരിയിൽ കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ അടിച്ചു തകർത്തു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും കേച്ചേരി സ്വദേശിയുമായ ഊക്കേരി വീട്ടിൽ മുബാറക്കിന്റെ കാറാണ് 3-അംഗ സംഘം അടിച്ചു തകർത്തത്. കേച്ചേരി റെനിൽ റോഡിൽ വെച്ചായിരുന്നു സംഭവം. മുബാറക്ക് കുടുംബവുമായി സഞ്ചരിച്ചിരുന്ന കാറിന്റെ മുൻവശത്തെയും ഇടതുവശത്തെയും ഗ്ലാസ് ബൈക്കിലെത്തിയ സംഘം കല്ലുകൊണ്ട് അടിച്ചു തകർക്കുകയായിരുന്നു. കാറിന്റെ മുൻവശത്തെ ബമ്പറിന് കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാർ കുറുകെ നിർത്തിയത് ചോദ്യം ചെയ്ത യുവാവിനെ നേരെ തോക്കു ചൂണ്ടി വധഭീഷണി മുഴക്കിയ പ്രതിയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. തൃപ്രയാർ സ്വദേശി വട്ടത്ത് വീട്ടിൽ ആകാശ് ബാബുവിനെയാണ് അന്തിക്കാട് SHO KSB മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി കാഞ്ഞാണി സിംല ബാറിന് മുൻവശത്ത് വെച്ചായിരുന്നു സംഭവം.
കാറളത്ത് തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനത്തിനിടയിലെ സംഘർഷത്തിൽ CPM BJP പ്രവർത്തകരായ 2 പേർ അറസ്റ്റിൽ. CPM പ്രവർത്തകനായ കാറളം സ്വദേശി വിളയാട്ടിൽ വീട്ടിൽ ഷിബു, പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന അയ്യേരി വീട്ടിൽ വിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്. കാറളം സൗത്ത് എഴുത്തച്ഛൻ നഗർ സ്വദേശി പുതിയമഠത്തിൽ ലീബേഷിനെ വിഷ്ണു ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. ഈ വൈരാഗ്യത്തിൽ ഷിബു വിഷ്ണുവിനെ കുത്തി പരിക്കേൽപ്പിച്ചു എന്നാണ് കേസ്. ചേർപ്പിൽ തെരുവുനായയുടെ കടിയേറ്റ അയാൾ മരിച്ചു. കടലാശ്ശേരി പാറക്കുളം സ്വദേശി 60 വയസ്സുള്ള കല്ലട സത്യനാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ 5-നാണ് കടലാശ്ശേരിയിൽ വെച്ച് സത്യനും മറ്റു 2 പേർക്കും തെരുവുനായയുടെ കടിയേറ്റത്. തൃശൂർ ജനറൽ ആശുപത്രിയിലായിരുന്ന സത്യൻ ചികിത്സ കഴിഞ്ഞ് ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടിലെത്തിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. നാട്ടുകാർ പിടികൂടിയ നായ മണിക്കൂറുകൾക്ക് ശേഷം ചാവുകയും ചെയ്തു. വെറ്റിനറി ഡോക്ടർ വിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ സത്യന്റെ മരണകാരണം വ്യക്തമാവുകയുള്ളൂവെന്ന് അധികൃതർ അറിയിച്ചു. കടങ്ങോട് മണ്ടംപറമ്പിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. 2 ഫാമുകളിലെ 400-ൽ പരം പന്നികളിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവയെ ദയാവധത്തിന് ഇരയാക്കും. ഇത് സംബന്ധിച്ച് കടങ്ങോട് പഞ്ചായത്തിൽ ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് വെറ്റിനറി ഉദ്യോഗസ്ഥരും പ്രത്യേക യോഗം ചേരും. കഴിഞ്ഞ വർഷവും പഞ്ചായത്തിലെ പതിയാരം മണ്ടംപറമ്പ് പ്രദേശങ്ങളിൽ ആഫ്രിക്കൻ പന്നിപ്പനി ബാധിച്ചിരുന്നു. 1500-ലധികം പന്നികളെയാണ് അന്ന് ദയാവധത്തിന് ഇരയാക്കിയത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ മേഖല ഓഫീസ് തെക്കേനടയിലെ ചന്ദ്രിക കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കീച്ചേടത്ത് ഭദ്രദീപം തെളിയിച്ചു. വിവിധ വ്യാപാര സംഘടനാ ഭാരവാഹികളായ NR വിനോദ് കുമാർ, സുകുമാരൻ, ബിജുലാൽ, സുനിൽ കളരിക്കൽ, ഷാജഹാൻ, സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചായ്പൻകുഴിയിൽ കാട്ടാന ആക്രമണത്തിൽ വയോധികൻ മരിച്ച സംഭവത്തിൽ ഫോറസ്റ്റ് സ്റ്റേഷൻ ആക്രമിച്ചവരുടെ പേരിൽ വെള്ളിക്കുളങ്ങര പോലീസ് കേസെടുത്തു. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള കണ്ടാലറിയാവുന്ന 25 ആളുകളുടെ പേരിൽ പൊതുമുതൽ നശിപ്പിച്ചതിനാണ് കേസ്. തിങ്കളാഴ്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്തിയെന്ന് ചായ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി ഓഫീസർ പറഞ്ഞു. വെങ്കിടങ്ങ് തൊയക്കാവ് വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. തൊയക്കാവ് മഞ്ചറമ്പത്ത് സ്വിത്തിന്റെ ഉടമസ്ഥയിലുള്ള ഓട്ടോറിക്ഷയാണ് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. അയൽവാസിയായ കൊങ്ങണാർ വീട്ടിൽ പ്രദീപ് കുമാറിന്റെ വീടിന്റെ മുന്നിലാണ് രാത്രി ഓട്ടോറിക്ഷ നിർത്തിയിട്ടിരുന്നത്. ഓട്ടോറിക്ഷയുടെ മുകളിലെ സീറ്റ്, കണ്ണാടി എന്നിവ നശിപ്പിച്ചു. ഉടമ സുജിത് പാവറട്ടി പോലീസിൽ പരാതി നൽകി. SI അനുരാജിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിസര പ്രദേശങ്ങളിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തീരത്തോട് ചേർന്ന് കണ്ണി വലിപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മെറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. കൈവമംഗലം ചളിങ്ങാട് റോഡിലെ പൊടിശല്യം മൂലം പൊറുതിമുട്ടി നാട്ടുകാർ. മതിലകത്ത് യുവതി കുഴഞ്ഞു വീണു മരിച്ചു. തൃപ്പയാർ ക്ഷേത്രത്തിലെ ഏകാദശി ആഘോഷം ഭക്തിസാന്ദ്രമായി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.